വാങ്ങുമ്പോൾ അത് വാങ്ങുന്നത് കെ എസ് ആർ സിയുടെ ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ബസ് വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തന്നവരോട് ചോദിക്കുക. കെ എസ് ആർ സിയുടെ ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. കെ എസ് ആർ സിയുടെ CMD, ഫൈനാൻസ് ഓഫീസർ, അഡീഷണൽ സെക്രട്ടറി ഫൈനാൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് കെ എസ് ആർ സിയുടെ ബോർഡ്. ആ ബോർഡാണ് ഇത്ര വണ്ടി വാങ്ങണം. പിന്നെ KSRTCയിൽ ടെൻഡർ വിളിക്കാതെ വണ്ടി വാങ്ങാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും വാങ്ങാൻ പറ്റില്ല. ടെൻഡർ വിളിക്കണം. ഒരു വണ്ടിയെ വാങ്ങുന്നുള്ളെങ്കിലും ടെൻഡർ വിളിക്കണം. അല്ലെങ്കിൽ കാറോ മറ്റോ ജീപ്പാണോ വാങ്ങുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ഉത്തരവ് പറയാൻ ജമ്മിൽ കയറി വാങ്ങാം. ടാക്സ് ഇല്ലാതെ ജമ്മിൽ കയറി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വാങ്ങുന്ന പോലെ KSRTC വാങ്ങാം. പക്ഷേ ടെൻഡർ വിളിക്കാതെ KSRTCക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ടെൻഡർ വിളിച്ച് അത് ലോവസ്റ്റ് ടെൻഡറായി വന്നതിന് ശേഷം അവരൊരു നെഗോസിയേഷൻ ഉണ്ട്. ഇനി എന്ത് കുറയ്ക്കും? ആ നെഗോസിയേഷൻ കഴിഞ്ഞ് പൈസ കുറഞ്ഞതിന് ശേഷം മാത്രമേ KSRTC വണ്ടി പർച്ചേസ് ചെയ്യും. ഈ പർച്ചേസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് KSRTCയുടെ CMDO ഉദ്യോഗസ്ഥരല്ല കൊടുക്കുന്നത്, KSRTCയുടെ ഡയറക്ടർ ബോർഡാണ് കൊടുക്കുന്നത്. ആ ഡയറക്ടർ ബോർഡിൽ ഇത്ര വ്യക്തികളുണ്ട്. ഇവരെ എല്ലാം കബളിപ്പിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് KSRTCക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിനും അങ്ങനെയാണ്, വില കുറച്ചാണ് വണ്ടി കിട്ടുന്നത്. കാരണം ഇവർ വാങ്ങുന്നത് 1-2 വണ്ടിയല്ല, 60 വണ്ടി, 200 വണ്ടി. ഇപ്പം 100 വണ്ടി, ഉദാഹരണം പറയാം, 100 വണ്ടിക്ക് ഒരു ടെൻഡർ വിളിക്കാം. 15 വണ്ടിയും കൂടി ആ വിലയ്ക്ക് വാങ്ങാം. 15%. അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിച്ച് പറ്റും. അപ്പോൾ 100 വണ്ടിക്ക് ടെൻഡർ ചെയ്താൽ വേണമെങ്കിൽ 115 വണ്ടി വാങ്ങാം. അതിൽ കൂടുതൽ വണ്ടി വാങ്ങണമെങ്കിൽ വീണ്ടും ടെൻഡർ ചെയ്യണം. ടെൻഡറിൽ ആരാണോ ലോവസ്റ്റ് വരുന്നത് അവർക്ക് മാത്രമേ ടെൻഡർ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞ് ഞാനൊരു വണ്ടി സംഭാവനയായിട്ട് എനിക്ക് കിട്ടിയെന്ന്. സംഭാവനയ്ക്കുള്ള മോഹമൊന്നും ഇതിനകത്തില്ല. സംഭാവന വാങ്ങിക്കുന്ന ആളുമല്ല. ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സിയാറ വണ്ടി എനിക്കാണ് തന്നത്. ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ കടലാസാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ബാങ്കിൽ കമ്പനിക്ക് പൈസ കൊടുക്കുകയും ചെയ്തതിൻ്റെ രേഖയാണ് കാണുന്നത്. ഗണേഷ് കുമാറിന് അത്രയും ഗതികേടൊന്നും വന്നില്ല. ആ ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയം മതിയാക്കിയാണ്. ഇനി രാഷ്ട്രീയം മതിയാക്കത്തില്ല. കാരണം അഴിമതി നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്ന ദിവസം രാഷ്ട്രീയം മതിയാക്കുമെന്ന് 20 കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവുമില്ല. എനിക്ക് കാറ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് സിനിമ അഭിനയിച്ച് ജീവിക്കുന്നത്. എനിക്ക് വേറെ വരുമാനമുള്ള ആളാണ്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ രേഖകളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കമ്പനിക്കാർ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഒരു മാരുതി കാർ വാങ്ങിച്ചാൽ അവർ മാറ്റെങ്കിലും ഇട്ട് തരും. എനിക്ക് ആ മാറ്റം പോലും ഇട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നതുമില്ല. ഒരു ഡിസ്കൗണ്ടും, വണ്ടിക്ക് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടില്ല. സാറിന് ഇപ്പം നിങ്ങളെല്ലാം കാർ വാങ്ങിക്കാൻ പോയാൽ, ഒരു ബൈക്ക് വാങ്ങിക്കാൻ പോയാൽ കമ്പനിക്കാരന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ടെങ്കിലും നിങ്ങൾക്ക് തരും. എനിക്ക് അതും തന്നിട്ടില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ അന്തസ്സായിട്ട് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ താമസിക്കുന്ന ഉപയോഗിക്കുന്ന കാറ് എൻ്റേതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതെൻ്റെയും കൂടെ ആണല്ലോ എന്ന് വേറെ ആൾ പറയുന്നത് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു തെറ്റായ നടപടി നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് ഏതൊരു അന്വേഷണവും CBI അന്വേഷണമാണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു പ്രശ്നം. ഞാനെന്നല്ല KSRTC മുഴുവൻ പരിശോധിക്കണം. ഞാൻ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിരുന്ന കാലത്ത് അവരെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് വണ്ടി വാങ്ങിച്ചാൽ കമ്മീഷൻ കിട്ടും. വണ്ടിയുടെ വില തന്നെ വളരെ തുച്ഛമാണ്. ഈ ഒരു ചേസിൻ്റെ പുറത്ത് കമ്പനി കിട്ടുന്ന മാർജിൻ തന്നെ തുച്ഛമാണ്. അതിൽ നിന്ന് ഒരു വണ്ടി 10-25 ലക്ഷം രൂപ വരെയുള്ള വണ്ടി വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ. ഇനി ഇതൊക്കെ നിർത്തുക. ഇത്തരം ചീപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തുക. ഈ പേന എടുത്ത് കാണിച്ചുള്ള പരിപാടിയും കൊണ്ടില്ല. പേന ഞാനും കാണിച്ചല്ലോ, 2 പേന. ഇത് മഷി പിടിക്കുന്ന പേന, ഇത് ഡോട്ട് പെൻ. ഇത് തമ്മിൽ വെച്ചാൽ റിനോൾഡിൻ്റെ ഒരു പേനയും പാർക്കറിൻ്റെ ഒരു പേനയും കൂടെ അല്ല ഞാൻ കാണിക്കുന്നത്. 1.5 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയോടെ കാണിച്ച് ഈ പേനകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്തസ്സായ താരതമ്യം. പേന ഒരു ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ മതേതരത്തിന് വേണ്ടി പോരാടാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വ്യാജ വാർത്ത ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് ഉദാഹരണം കാണിക്കാനല്ല പേന. പേനയ്ക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഏത് രേഖകളും പരിശോധിക്കാം. നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം KSRTCയിൽ അപേക്ഷിക്കാം. ഓരോ മാധ്യമ സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതുപോലൊരു രേഖ, ഈ ലേഖനം കിട്ടിയ ഒരു രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. KSRTC ഒരിക്കൽ പോലും വാങ്ങാത്ത വില 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഒരു വണ്ടിയുടെ ചേസിൻ്റെ പുറത്ത് വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മാധ്യമത്തിന് അവിടുത്തെ എഡിറ്റർമാരെയും തെറ്റിദ്ധരിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ചാനലിന് ചീത്തപ്പേരുണ്ടാവും. നമ്മൾ അത് പറയുന്ന ആൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇടുന്നതിന് മുമ്പ് എഡിറ്റർമാരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഇതിനകത്ത് വല്ല മാസം വേറെ ഒരു ചാനലും എടുത്തില്ല.
കുറച്ച് സോഷ്യൽ മീഡിയക്കാരെടുത്ത് എന്താ രാഷ്ട്രീയ വിരോധം, ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാരും ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിൻ്റെ ഭാഗമാണ്. ഇവിടെ UDFും LDFും തമ്മിൽ ഡീൽ ചെയ്തു, LDFും BJPയും തമ്മിൽ ഡീൽ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും UDFും BJPയും തമ്മിലായിരുന്നു. പത്തനാപുരം നിയമമണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 14,000 വോട്ടിന്. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് ജയിച്ചു. അത്ഭുതപ്പെടാനുള്ള ഇത് കണക്കാണ് ഞാൻ കാണിക്കുന്നത്. അല്ല, അത് നിങ്ങൾ എവിടെ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരത്തില്ല. KSRTC എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണത്തിന് ബില്ല് എഴുതി തരും. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നല്ല. നിങ്ങൾ KSRTCയുടെ കണക്കുണ്ടോ? KSRTC വിവരാവകാശ രേഖയുണ്ടോ? KSRTC ആ സ്പ്രിംഗ് പ്ലേറ്റുള്ള ബില്ല് കാണിക്കും. ബില്ല് കാണട്ടെ, ബില്ല് കാണട്ടെ. നിങ്ങൾ KSRTCയുടെ ബില്ല് കാണിക്കണം. നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. KSRTCയുടെ ബില്ല് കാണിക്കൂ. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിയിട്ടില്ല. ഈ പരിവാഹൻ സൈറ്റിൽ നിന്ന് എടുത്ത് വാർത്തയെന്ന് ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. വേറെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ഇപ്പോൾ പറയുന്നു. KSRTCയുടെ രേഖയായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കൊണ്ട് കാണിച്ചിരിക്കുന്നത് KSRTCയുടെ രേഖയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ പരിവാഹൻ സൈറ്റിലാണത്. ഇത് പരിവാഹൻ സൈറ്റിന്റെ പ്രിന്റ് ഔട്ടാണോ? ഇത് പരിവാഹൻ സൈറ്റിന്റെ പ്രിന്റ് ഔട്ടാണോ? ആ ആ KSRTCക്ക് ആ വിലയ്ക്ക് അല്ല, കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയെന്ന ബില്ല് കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ആ അതെന്തോ 4 വില? ആ അങ്ങനെ ഒരു വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല KSRTC. അങ്ങനെ വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതെങ്ങനെ അവരോട് ചോദിക്കണം? അത് അവരോട് ചോദിക്കണം. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CBI വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളതാണ്, അവിടെ അന്വേഷിക്കണം. KSRTC അല്ല, ഡീലർ, അത് ഡീലറോട് ചോദിക്കണം. KSRTCക്ക് തന്ന ബില്ല് മന്ത്രിയാണോ വണ്ടി വാങ്ങിക്കുന്നത്? അല്ലല്ലോ, അതും ചോദിക്കാമല്ലോ. മന്ത്രി അല്ലല്ലോ വണ്ടി വാങ്ങിക്കുന്നത്. മന്ത്രി പറയുന്ന വെച്ചാൽ മന്ത്രിയാണ് അപമാനിക്കുന്നത്. നിങ്ങൾ മന്ത്രിയാണ് അപമാനിക്കുന്നത്. ആണാണ് നിങ്ങളുടെ വാർത്തയെ പിന്തുടർന്ന് നിങ്ങൾ മാത്രം മാതൃഭൂമി മാത്രം കൊടുത്തൊരു വാർത്തയെ പിന്തുടർന്ന് കുറേ സോഷ്യൽ മീഡിയക്കാർ മന്ത്രിയാണ് അപമാനിക്കുന്നത്. അപ്പം മന്ത്രി അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഈ മന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല. അത് പറയാത്തെന്താ? ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചല്ലോ. ഞങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മന്ത്രിക്ക് ഇതിൽ പങ്കുവരത്തില്ല. ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയാം. കാരണം വണ്ടി വാങ്ങുന്നതിൽ പരിവാഹൻ സൈറ്റിലുള്ള അത് പറയണം. പരിവാഹൻ സൈറ്റിൽ നിങ്ങൾ വാർത്തയിൽ എവിടെയെങ്കിലും പരിവാഹൻ സൈറ്റിൽ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ടോ? അല്ല, ഇത് KSRTCയുടെ രേഖ കണ്ടാൽ മതി. കാരണം KSRTCയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ KSRTCയാണ് പൈസ കൊടുക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പല്ല. KSRTC പൈസ കൊടുത്താലും പറഞ്ഞാൽ ഞാൻ KSRTCയുടെ മന്ത്രിയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പല്ലേ വണ്ടി വാങ്ങിച്ചത്. KSRTCയാണ് വാങ്ങിച്ചത്. KSRTCയുടെ CMDയുടെ ഉത്തരവാദിത്തത്തിൽ KSRTCയാണ് വണ്ടി വാങ്ങിച്ചത്. അതിൽ ക്രമക്കേടുണ്ടോയെന്ന് ചോദിച്ചു.